കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ദിവസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വത്തിന് നാളെ വിരാമമാകുമെന്ന് റിപ്പോർട്ട്. പുതിയ മുഖ്യമന്ത്രിയെ നാളെ വൈകുന്നേരം 4 മണിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. ഡൽഹിയിൽ മുതിർന്ന നേതാക്കളുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നടത്തിയ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പ്രഖ്യാപനത്തിന് സമയമായത്. തീരുമാനം ഔദ്യോഗികമായി പുറത്തുവിടുന്നതിന് മുൻപ് UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഹൈക്കമാൻഡ് വിവരമറിയിക്കും. കേരളത്തിലെ നേതാക്കൾക്കിടയിൽ സമവായമുണ്ടാക്കാൻ ഹൈക്കമാൻഡ് പരമാവധി ശ്രമിച്ചെങ്കിലും അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിടുകയായിരുന്നു. രാഹുൽ സ്വീകരിക്കുന്ന നിലപാട് എന്തുതന്നെയായാലും അത് അംഗീകരിക്കാൻ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും MLA-മാരുടെ വികാരവും പരിഗണിച്ചാകും രാഹുലിന്റെ അന്തിമവിധി. UDF-ലെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തും. ഭരണ തുടർച്ചയും മുന്നണിയുടെ കെട്ടുറപ്പും മുൻനിർത്തി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവിനെ കണ്ടെത്താനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. ഡൽഹിയിലെ ചർച്ചകൾക്ക് പിന്നാലെ കേരളത്തിലെ നേതാക്കൾ ഒറ്റക്കെട്ടായി അച്ചടക്കത്തിന് ആഹ്വാനം ചെയ്തു. നേതാക്കൾക്ക് വേണ്ടിയുള്ള ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെയും വോട്ട് ചെയ്ത ജനങ്ങളെയും വേദനിപ്പിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഉയർന്നിട്ടുള്ള എല്ലാ ഫ്ലക്സ് ബോർഡുകളും ഇന്ന് രാത്രി തന്നെ നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. തന്റെയും മറ്റ് നേതാക്കളുടെയും പേരിൽ പ്രവർത്തകർ തമ്മിലടിക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഐക്യകണ്ഠേന അംഗീകരിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അറിയിച്ചു. നാളെ 4 മണിക്ക് ഡൽഹിയിൽ നിന്ന് വരുന്ന ആ പേര് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുമെന്നുറപ്പാണ്. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.